ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്കായിരിക്കും ഇസ്രയേൽ ഇനി മിസൈൽ വർഷിക്കുകയോ ബോംബിടുകയോ ഒക്കെ ചെയ്യുക. അഥവാ ഇറാന്റെ എണ്ണപ്പാടം തകർത്തെങ്കിൽ മാത്രമേ ഇറാനെ തകർക്കാൻ കഴിയുകയുള്ളൂ എന്ന കൃത്യമായ വിശകലനം ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് എന്നതിന് പിന്നിൽ 181 മിസൈലുകൾ ഇസ്രയേലിലേക്ക് പതിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടിയുണ്ട്. ഈ ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങളൊക്കെയും നിലനിൽക്കുന്നതിനിടയിൽ പോലും ഇറാൻ അവരുടെ എണ്ണ കയറ്റുമതി വളരെ വിപുലമായ രീതിയിൽ നടത്തി എന്നും ഇതിൻ്റെ 2 ദിവസം ഇവർ എണ്ണ കച്ചവടം ചെയ്താൽ അവർക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുവാനുള്ള ബില്യൺ കണക്കിന് ഡോളറുകൾ ലഭിച്ചിരുന്നു എന്നതുമാണ് ആ കഥയ്ക്ക് പിന്നിലുള്ള വലിയ കഥ. ഇറാൻ ഒരു മിസൈൽ ഉണ്ടാക്കാൻ എത്ര പണം ചിലവഴിക്കുന്നുവോ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയാണ് അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രയേലിന് ചെലവാകുന്നത്. നമ്മളിവിടെ മിസൈലുകളും മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങളും എങ്ങനെയാണ്, എത്ര വലിയ പണമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇറാന്റെ മിസൈലുകളേക്കാൾ ചിലവുണ്ട് ഇസ്രയേലിന് അവ തടയുവാനുള്ള സിസ്റ്റം രൂപീകരിക്കാൻ എന്നുള്ളതാണ് വാസ്തവം. അഥവാ ഇസ്രയേലിൽ ഇപ്പോൾ കാര്യമായ ഒരു ചർച്ച നടക്കുകയാണ്. ഏറെ കൊട്ടിഘോഷിച്ച് അവർ നടപ്പിലാക്കിയ മിസൈൽ പ്രതിരോധ സിസ്റ്റം പരാജയമാണെന്നും ഒരേ സമയം അനേകം മിസൈലുകൾ വന്നാൽ അവ തടയാൻ ഇസ്രയേലിന് കഴിയുന്നില്ല എന്നും ജനം ആശങ്കയിലാണെന്നും ഒരു റിപ്പോർട്ട് ജെറുസലേം പോസ്റ്റിൽ ഒരു ലേഖനത്തിലൂടെ അവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അയൺ ഡോമിന് പകരം ഇതിനേക്കാൾ ശക്തമായ മറ്റൊരു പ്രതിരോധ സിസ്റ്റം ആവശ്യമാണ്, ഇത് നടപ്പിലാക്കണമെന്നുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഫ്രാൻസിലെ റഫേൽ കമ്പനിയും ചേർന്നുകൊണ്ട് വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു സംവിധാനമാണ് അയൺ ബീം ലേസർ ഇന്റർസെപ്ഷൻ സിസ്റ്റം. ഈ മേഖലയിൽ ഇസ്രയേലിന്റെ പ്രതിരോധത്തിന് ഇത് കരുത്തു പകരും എന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്. എന്നാൽ ഇനിയാണ് ഏറെ രസകരമായ മറ്റൊരു കാര്യമുള്ളത്. യുദ്ധം കൊണ്ട് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ഈ സിസ്റ്റം വികസിപ്പിക്കണമെങ്കിലും നടപ്പിലാക്കണമെങ്കിലും ബില്യൺ കണക്കിന് ഡോളറുകൾ ആവശ്യമാണ്. അമേരിക്കയുടെ സഹായം കൂടാതെ ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് അത് സാധ്യവുമല്ല. യുദ്ധം ആരംഭിച്ചത് മുതൽ 14.1 ബില്യൺ ഡോളറാണ് അമേരിക്ക ഇസ്രയേലിന് നൽകിയത്. ഇതിൽ 4 ബില്യൺ ഡോളർ ഇസ്രയേൽ ചെലവഴിച്ചത് പോലും ഈ അയൺ ബീം എന്ന് പറയുന്ന പ്രതിരോധ സിസ്റ്റം സജ്ജമാക്കാനാണ് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. അയൺ ബീമിന്റെ ആദ്യത്തെ പ്രവർത്തന ലേസർ സംവിധാനങ്ങൾ 2025 അവസാനത്തോടു കൂടി IDF കൈമാറുമെന്നാണ് റഫേൽ കമ്പനി നൽകുന്ന വാഗ്ദാനം. IDF റിപ്പോർട്ടുകൾ പ്രകാരം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറാൻ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചുവെന്നും IDFന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അവയിൽ മിക്കതും തടഞ്ഞു എന്നുമാണ് IDF അവകാശപ്പെടുന്നത്. ഇങ്ങനെ IDF പറയുമ്പോൾ പോലും ഇസ്രയേലിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 5th ജനറേഷൻ കാറ്റഗറിയിൽപ്പെട്ട F-35 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ 40 എണ്ണമാണ് ഇസ്രയേലിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിൽ 20 എണ്ണവും ഇറാൻ തകർത്തു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് ഇസ്രയേലിനെ ഏറെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ F-35 എന്ന് പറയുന്ന വിമാനത്തിന്റെ അത്യാധുനിക വേർഷൻ ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്ക കൊടുത്ത സാങ്കേതിക സംവിധാനത്തിന്റെ ബലത്തിൽ അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന സിസ്റ്റത്തെ ഇസ്രയേൽ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി അവതരിപ്പിച്ച വിമാനങ്ങളാണ് ഈ 40 എണ്ണവും. അതിൽ 20 എണ്ണത്തിലധികം തകർക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട്. ഇത് പ്രതിരോധ സിസ്റ്റങ്ങളുടെ അപര്യാപ്തതയായാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്. ഇറാന്റെ 12 മിസൈലുകൾ തകർത്തെന്ന് അമേരിക്കയും പകുതിയിലധികം തകർത്തെന്ന് ഇസ്രയേലും അവകാശപ്പെടുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ സൈനിക താവളം ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രയേൽ വാദങ്ങൾ തകർക്കുന്ന ഒന്നാണ്. ഇറാൻ വിക്ഷേപിച്ച 1500 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഏറെ ചിലവേറിയതാണ്. ഓരോ മിസൈലും നിർമ്മിക്കാൻ ഇറാനിന് കുറഞ്ഞത് $1 മില്യൺ എങ്കിലും ചിലവ് വരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എമാദ്, ഖൈബാർ തുടങ്ങിയ നൂതന മോഡലുകളും ഹൈപ്പർസോണിക് എന്ന് അവകാശപ്പെടുന്ന ഫത്താഹ് 1 പോലും ഇറാൻ ഉപയോഗിച്ചു എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ഫത്താഹ് 1 ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ കൂടുതലായി സഞ്ചരിക്കാൻ കഴിയുന്ന അതിനൂതന മിസൈലാണ്. വ്യോമ പ്രതിരോധ സിസ്റ്റത്തിന്റെ കണ്ണിൽ പെട്ടെന്ന് അവ പെടില്ല. ആ രീതിയിലാണ് അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ വേഗതയും അതിൻ്റെ ശബ്ദവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതും ആ മിസൈലിൻ്റെ പ്രത്യേകതയാണ്. ഏകദേശം $200 മില്യൺ ഇത്തരത്തിലുള്ള ഒരു മിസൈൽ ബാരേജിനുള്ള ഭീമമായ തുകയാണ്. എന്നാൽ ഇത്രയും തുക ചിലവഴിക്കാൻ ഇറാൻ എങ്ങനെ സാധിച്ചു എന്നതാണ് അവരെക്കുറിച്ച്
അമേരിക്കക്കും ഇസ്രയേലിനെയും ഒക്കെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും പ്രതിവർഷം $35 മില്യൺ എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇറാന് കഴിഞ്ഞിരുന്നു എന്നാണ്. ഈ മിസൈൽ ബാരേജ് അവർക്ക് വെറും 2 ദിവസത്തെ എണ്ണ കയറ്റുമതിക്ക് തുല്യമാണ്. 2 ദിവസം അവർ ഈ എണ്ണ കയറ്റുമതി ചെയ്താൽ അവർക്ക് ഒരു ഫത്താഹ് 1 എന്ന് പറയുന്ന മിസൈൽ വിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മിസൈൽ ഉൽപ്പാദിപ്പിക്കാനോ ഇറാന് കഴിയുമെന്നുള്ളതാണ്. ഇറാനി മിസൈലുകൾക്ക് മറുപടിയായി ഇസ്രയേൽ വ്യോമസേന ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി ചേർന്ന് നിർമ്മിച്ച ആരോ 2, ആരോ 3 എന്ന് പറയുന്ന മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇറാൻ നിർമ്മിച്ച മിസൈലുകളേക്കാൾ കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ളതാണ് എന്നാണ് റിപ്പോർട്ട്. അന്തരീക്ഷത്തിൽ 10,000-കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ ലക്ഷ്യം വെക്കുന്ന പഴയ ആരോ 2 മിസൈലിന് മാത്രം ഏകദേശം $3 മില്യൺ വിലയുണ്ടായിരുന്നത്. ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് കൂടുതൽ ദൂരത്തിൽ ബഹിരാകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ തടസ്സപ്പെടുത്തുന്ന പുതിയ ആരോ 3 മിസൈലിന് ഏകദേശം $2 മില്യൺ വില. 2 തരങ്ങളും ഉപയോഗിച്ച് ഏകദേശം 180 ആരോ മിസൈലുകൾ ഉപയോഗിച്ചാലും തടസ്സപ്പെടുത്താനുള്ള ചെലവ് ഏകദേശം $450 മില്യൺ അധികമായിരിക്കുമെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. എന്ന് വെച്ചാൽ ഇറാന്റെ 180 മിസൈലുകളെ തകർക്കണമെങ്കിൽ ഇസ്രയേലിന് $450 മില്യൺ ചിലവ് വരുന്നുണ്ട് എന്നതാണ്. ഇറാൻ മിസൈൽ ബാരേജിന്റെ വിലയുടെ ഇരട്ടിയിലധികമാണിത്. ലോകബാങ്ക് പറയുന്നതനുസരിച്ച് ഇസ്രയേലിന്റെ പ്രതിശീർഷ GDP ഇറാന്റെ ഇരട്ടിയിലേറെയാണ്. 2022 $20,000 താരതമ്യം ചെയ്യുമ്പോൾ 50,000 ഇപ്പോൾ അത് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഇസ്രയേൽ 10 ദശലക്ഷം ജനസംഖ്യയുള്ള രാജ്യമാണ്. അതേസമയം ഇറാൻ 90 ദശലക്ഷം ജനസംഖ്യയുള്ള രാജ്യവുമാണ്. ഓരോ ഇന്റർസെപ്റ്റർ സംഭരണത്തിനുള്ള ഫണ്ടിങ്ങിന്റെ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്നാണ് ഇസ്രയേലിലേക്ക് വരുന്നത്. ഇത് ഇവരുടെ പദ്ധതിയിൽ ഏകദേശം $4 ബില്യൺ ഇതുവരെ അവർ എത്തിച്ചിട്ടുമുണ്ട്. അയൺ ഡോമിനും ഡേവിഡ് സ്ലിംഗിനും ചെയ്യുന്നത് പോലെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ധനസഹായം നൽകാൻ അമേരിക്ക തയ്യാറാകുന്നിടത്തോളം കാലം പ്രധാന പരിമിതി ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിലെയും റാഫേലിലെയും ഉൽപാദന വേഗതയും അവശ്യ ഘടകങ്ങളുടെ സംഭരണവുമൊക്കെയാണ്. അമേരിക്ക പ്രതിരോധം ഇസ്രയേലിന് മുകളിൽ തീർക്കുന്നിടത്തോളം കാലം അവർക്കത് ഭയപ്പെടേണ്ട കാര്യമല്ല. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റഫേൽ കമ്പനിയിൽ നിന്ന് അവരുടെ അയൺ ബീം വളരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ 2025 അവസാനത്തോടെ എന്ന് പറയുമ്പോൾ ഇന്ന് 2024 അവസാനത്തോടെ അടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു യുദ്ധം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 അവസാനത്തിൽ ഇവർക്ക് ഈ അയൺ ബീം കിട്ടിയിട്ട് കാര്യമില്ല. നിലവിൽ അയൺ ഡോം പരാജയമാണെന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നിടത്തോളം കാലം. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇസ്രയേലിന് പ്രതിരോധമായിട്ട് നിൽക്കുന്നു. ഇസ്രയേൽ അവരുടെ പ്രതിരോധത്തിൽ പകച്ചും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇസ്രയേൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പ്രതിരോധത്തിന് കൂടുതൽ ഫണ്ട് ചെലവഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇസ്രയേലിന് ഇപ്പോഴുള്ളത്. Waytonikah.com, the exclusive Muslim matrimonial site.